അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ വീണ്ടും ഒരു റബീഉൽ അവ്വൽ മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ജീവിത രീതി എന്താണ്? അവിടുന്ന് കുടുംബത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? കുട്ടികളോട് എങ്ങനെയാണ് സ്നേഹം കാണിച്ചത്? വിഷമങ്ങളും പരീക്ഷണങ്ങളും വന്നപ്പോൾ എങ്ങനെയാണ് ക്ഷമിച്ചത്? ഇതൊക്കെ നമ്മൾ വീണ്ടും ഓർക്കാനും പഠിക്കാനും ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. റബീഉൽ അവ്വൽ മാസത്തിന് വേണ്ടി മാത്രം നിർബന്ധമാക്കിയ പ്രത്യേക ഇബാദത്തുകൾ ഉണ്ടെന്ന് കരുതേണ്ടതില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിന് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിയുന്നത് അവിടുത്തെ സുന്നത്ത് പഠിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ്. ഇതിൽ ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പഠിക്കാം. നമ്മൾ പലരുടെയും ജീവിത കഥകൾ അറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ മാതൃകയായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയുന്നു? അവിടുത്തെ ബാല്യം, കുടുംബജീവിതം, സ്വഹാബികളോടുള്ള പെരുമാറ്റം, കുട്ടികളോടുള്ള സ്നേഹം, ദരിദ്രരോടുള്ള കരുണ, ശത്രുക്കളോട് പോലും കാണിച്ച ക്ഷമ, ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ദിവസവും കുറച്ചു സമയം മാറ്റിവെച്ച് വിശ്വസനീയമായ സീറത്ത് പുസ്തകങ്ങളിൽ നിന്നോ പ്രഭാഷണങ്ങളിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പഠിക്കാം. ഒരു ദിവസം മുഴുവൻ പഠിക്കണമെന്നില്ല. ദിവസവും 10 മിനിറ്റ് പോലും മതിയാകും. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്നാണ് അവിടുത്തെ സ്വഭാവം. നമ്മൾ പലപ്പോഴും ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും ഖുർആൻ ഓതുന്നതും ഒക്കെയാണ് ഓർക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്വഭാവം വളരെ പ്രധാനമാണ്. വീട്ടിലുള്ളവരോട് നമ്മൾ എങ്ങനെ, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട് ചെറിയൊരു കാര്യത്തിന് ദേഷ്യപ്പെടുന്നുണ്ടോ? ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ഷമിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിവ. റബീഉൽ അവ്വൽ ഒരു സെൽഫ് ചെക്ക് പോലെ ഉപയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം അവിടുത്തെ സ്വഭാവത്തിൽ നിന്ന് എത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം. അടുത്തതായിട്ട് സുന്നത്ത് പഠിക്കുകയും പാലിക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടുവരാം. അത് എല്ലാത്തിലും, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ, ഉറങ്ങുന്ന രീതിയിൽ, വീട്ടുകാരോട് പെരുമാറുന്ന രീതിയിൽ, അയൽക്കാരോട് പെരുമാറുന്ന രീതിയിൽ, ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളിലും സുന്നത്ത് പഠിക്കാനുണ്ട്. എല്ലാം ഒരുമിച്ച് മാറ്റാൻ ശ്രമിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. ഒരു സുന്നത്ത് പഠിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, പിന്നെ അടുത്തത് പഠിക്കുക, ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോകാം. നാലാമതായിട്ട് നിസ്കാരവും ദുആയും വർദ്ധിപ്പിക്കാം. റബീഉൽ അവ്വൽ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്? നിസ്കാരം സമയത്ത് തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഖുർആൻ വായിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ദുആ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ മാത്രമാണോ അള്ളാഹുവിനെ ഓർക്കുന്നത്? അതോ സങ്കടം വരുമ്പോഴാണോ? ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായാലും അള്ളാഹുവിനായി കുറച്ച് സമയം മാറ്റിവെക്കാം. രാവിലെ കുറച്ച് സമയം, രാത്രി ഉറങ്ങുന്നതിന് കുറച്ച് സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം. നമ്മുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയാം. കാരണം നമ്മൾ പറയാത്ത കാര്യങ്ങൾ പോലും അള്ളാഹു അറിയുന്നവനാണ്. ഞാൻ എന്താണോ നീ എന്താണോ അത് അള്ളാഹുവിനറിയാം. 5. മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പഠിപ്പിക്കാം. ഇത് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പഠനം, നല്ല മാർക്ക്, നല്ല ജോലി, നല്ല വസ്ത്രം, ഇതിലുപരി അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും. പക്ഷേ അതിനൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സ്നേഹത്തോടെ പരിചയപ്പെടുത്തണം. കുട്ടികൾക്ക് കഥകളിലൂടെ പഠിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? അവരെ എത്ര സ്നേഹിച്ചിരുന്നു? അവരുടെ വികാരങ്ങളെ എങ്ങനെ പരിഗണിച്ചിരുന്നു? ഇത്തരം കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമ്പോൾ സുന്നത്തുകളെ സ്നേഹത്തോടെ പഠിക്കാൻ അവർക്കും എളുപ്പമാകും. ആറാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലും കാണണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ. എവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരാൻ കഴിയുമോ അവിടെ നമുക്കെല്ലാം സുന്നത്ത് പിന്തുടരാം. ഒരു വ്യക്തിയെ വേദനിപ്പിക്കാതിരിക്കുക, ഒരു വിഷമിക്കുന്ന മനുഷ്യനോട് നല്ലൊരു വാക്ക് പറയുക, ആവശ്യമുള്ള ഒരാളെ സഹായിക്കുക, വീട്ടിൽ ഒരാളോട് സ്നേഹത്തോടെ സംസാരിക്കുക. ഇതൊക്കെ നന്മകളാണ്. നമ്മൾ സ്വതക്ക കൊടുക്കുന്നതും മറ്റൊരാൾ കാണുന്ന രീതിയിൽ പൈസ കൊടുക്കുന്നതുമെല്ലാം ഇതൊക്കെ നന്മകളാണ്. ഏഴാമതായിട്ട് ദാനധർമ്മവും സഹായവും വർദ്ധിപ്പിക്കാം. നമ്മുടെ ചുറ്റും സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ചിലർക്ക് ഭക്ഷണം വേണം, ചിലർക്ക് സാമ്പത്തിക സഹായം വേണം, ചിലർക്ക് വേണ്ടത് ഒരു നല്ല വാക്ക് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഉള്ള എന്തെങ്കിലും അവര് ആഗ്രഹം പറഞ്ഞാൽ അത് മതി. നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാം. വലിയ തുക നൽകാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. ചെറിയൊരു സഹായവും വലിയൊരു സഹായമായേക്കാം. നമ്മുടെ വീട്ടിലുള്ള ഒരാളെ സഹായിക്കുന്നത് പോലും നന്മയാണ്. ഒരു വയസ്സായ വ്യക്തിയെ സഹായിക്കുക, ഒരു ദരിദ്രന് ഭക്ഷണം നൽകുക, ആരുടെയെങ്കിലും വിഷമം കേൾക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ പിന്തുടർന്നു എന്നുള്ളതിന് തെളിവാണ്. എട്ടാമതായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠമാണ് കുടുംബത്തോടുള്ള നല്ല പെരുമാറ്റം. ഇന്ന് പല വീടുകളിലും ചെറിയ കാര്യങ്ങൾ വലിയ വഴക്കുകളായി മാറുന്നു. ഒരു വാക്ക്, ഒരു തെറ്റിദ്ധാരണ, ഒരു ചെറിയ വിഷയം, അങ്ങനെ ബന്ധങ്ങളിൽ അകലം വരുന്നു. ഈ റബീഉൽ അവ്വലിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മൾ നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ട് തമ്മിൽ തല്ലാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം മാറാൻ ശ്രമിക്കും. വീട്ടിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. മാപ്പ് ചോദിക്കാൻ മടിക്കേണ്ട, മാപ്പ് കൊടുക്കാനും മടിക്കേണ്ട. ചിലപ്പോൾ ഒരു ചെറിയ സാരമില്ല എന്ന വാക്ക് തന്നെ ഒരു ബന്ധത്തെ തിരികെ കൊണ്ടുവരും. നമ്മളും അവരും ഒരേപോലെ ആകുമ്പോൾ, രണ്ടുപേരും ഒരേപോലെ കൈയൊട്ടുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ കൂടുതലാകുന്നത്. ഒമ്പതാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നത് വർദ്ധിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ നാവിന് പരിചയമാക്കാം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സമാധാനം വർഷിക്കണമേ. നമ്മുടെ ദിവസത്തിൽ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കാം. അപ്പോൾ സ്നേഹത്തോടെ സ്വലാത്ത് ചെല്ലാം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും നമുക്ക് ശ്രമിക്കാം. പത്താമതായിട്ട് ഈ മാസം ഒരു പുതിയ തുടക്കമാക്കാം. അവസാനമായി റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകും. ഒരു മാസം വരും, പിന്നെ പോകും. പക്ഷേ ഈ മാസം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം മാത്രം നമ്മുടെ ജീവിതത്തിൽ തുടരണം. ഈ മാസം നമുക്ക് ഒരു നല്ല തീരുമാനമാക്കി എടുക്കാം. ഒരു സുന്നത്ത് പഠിക്കാം, കുറെ കാര്യങ്ങൾ ചെയ്യാം, ഒരു മോശ സ്വഭാവം ഒഴിവാക്കിയിട്ട് നല്ലതുപോലെ ആകാം. നമ്മളെ ഉള്ളിലെ മോശ സ്വഭാവം വെച്ചിട്ട് മറ്റൊരാളെ നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഖുർആനുമായി കൂടുതൽ അടുക്കാം, നിസ്കാരം കൂടുതൽ ശ്രദ്ധയോടെ നിർവഹിക്കാം, കുടുംബത്തോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാം, മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാം. അങ്ങനെ റബീഉൽ അവ്വൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിലും പ്രകടമാവട്ടെ. നമ്മുടെ വാക്കുകളിൽ സമാധാനം ഉണ്ടാവട്ടെ. നമ്മുടെ മക്കൾ നന്മയുള്ളവരായി വളരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും കരുണയും വർദ്ധിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കി സ്നേഹത്തോടെ പിന്തുടർന്ന് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.